നമ്മൾ ഈ കാണുന്ന ഭൂമി എല്ലാ കാലവും ഇങ്ങനെ നിലനിൽക്കുമോ? കോടിക്കണക്കിന് വർഷങ്ങൾ ഭൂമി ഇനിയും നിലനിൽക്കേണ്ടതാണ്. എന്നാൽ ഒരു ആണവായുധ യുദ്ധമോ ഉൽക്കാപതനമോ ആഗോളതാപനമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മഹാമാരിയോ വന്നാലോ, ഭൂമിയിലെ കൃഷിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശം സംഭവിച്ചാൽ മനുഷ്യരാശി പിന്നീട് എങ്ങനെ അതിജീവിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഡൂംസ്ഡേ വാൾട്ട് അഥവാ ലോകാവസാന അറ. നോർവേയിലെ സ്പിറ്റ്സ്ബർഗ് ദ്വീപിൽ മഞ്ഞുമലകൾ തുരന്നുണ്ടാക്കിയ ഈ ശക്തമായ നിലവറ ഭൂമിയുടെ ഒരു ബാക്കപ്പ് പ്ലാൻ ആണ്. സർവ്വതും നശിച്ചാലും വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങാനുള്ള ഒരു റീസ്റ്റാർട്ട് ബട്ടൺ പോലെ. സ്വാൽബാർഡ് ഗ്ലോബൽ സീഡ് വാൾട്ട് എന്നതാണ് ഡൂംസ്ഡേ വാൾട്ടിന്റെ യഥാർത്ഥ നാമം. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതിക്ഷോഭങ്ങളിലോ യുദ്ധങ്ങളിലോ ലോകത്തെ കൃഷിയിടങ്ങളും സസ്യസമ്പത്തും നശിച്ചുപോയാൽ കൃഷി പുനരാരംഭിക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് വിത്തുകളാണ് ഇവിടെ അതിസുരക്ഷിതമായി സംരക്ഷിച്ചിരിക്കുന്നത്. പുറം ലോകം നിശ്ചലമായാലും നൂറ്റാണ്ടുകളോളം വിത്തുകൾ കേടുകൂടാതെ സംരക്ഷിക്കാൻ ശേഷിയുള്ള ഈ വിത്ത് ബാങ്ക് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായുള്ള ഏറ്റവും വലിയ കരുതൽ ശേഖരമായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 130 മീറ്റർ ഉയരത്തിൽ മലയ്ക്കുള്ളിലേക്ക് 120 മീറ്ററോളം ആഴത്തിൽ തുരന്നാണ് ഈ നിലവറ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയർന്നാലോ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായാലോ ഈ അറകൾക്ക് നാശം സംഭവിക്കില്ല. ഈ പ്രദേശത്തെ മണ്ണ് എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒന്നായതിനാൽ യന്ത്രസഹായം ഇല്ലാതെ തന്നെ വിത്തുകൾക്ക് ആവശ്യമായ തണുപ്പ് സ്വാഭാവികമായി ലഭിക്കും. നിലവറയ്ക്കുള്ളിൽ വിത്തുകൾ നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ ഇരിക്കാൻ -18°C താപനിലയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 ലക്ഷത്തിലധികം വിത്തുകളുടെ പാക്കറ്റുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ് തുടങ്ങിയ പ്രധാന വിളകൾ മുതൽ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് അവിടുത്തെ വിത്ത് ബാങ്ക് തകർന്നപ്പോൾ ഡൂംസ്ഡേ വോൾട്ടിൽ നിന്ന് വിത്തുകൾ തിരികെ എടുത്ത് കൃഷി പുനഃസ്ഥാപിച്ചത് ഈ സംവിധാനത്തിന്റെ പ്രാധാന്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ത്യയുൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും തങ്ങളുടെ കാർഷിക പൈതൃകം സംരക്ഷിക്കാൻ ഈ വിത്തുപുരയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വരാനിരിക്കുന്ന ഏതൊരു ആഗോള പ്രതിസന്ധിയിലും മനുഷ്യരാശിയെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ജീവന്റെ കരുതൽ ശേഖരമായി ഈ അതിജീവന പേടകം നിലകൊള്ളുന്നു. ഡൂംസ്ഡേ വോൾട്ട് എന്ന ആശയം പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സസ്യവൈവിധ്യം നേരിടുന്ന ഭീഷണികൾ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ കാരി ഫൗളറാണ് ഈ ആശയത്തിന്റെ പ്രധാന ശില്പിയായി അറിയപ്പെടുന്നത്. 1980-കൾ മുതൽ തന്നെ അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാദേശിക വിത്ത് ബാങ്കുകൾ നേരിടുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ മൂലം പല രാജ്യങ്ങളിലെയും അപൂർവ വിത്തിന ശേഖരങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു. ഇതിനൊരു ശാശ്വത പരിഹാരമായി ലോകത്തിലെ എല്ലാ വിത്തുകളുടെയും ഒരു ബാക്കപ്പ് പകർപ്പ് ഒരിടത്ത് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന ചിന്തയാണ് വോൾട്ടിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ നോർവേ ഗവൺമെന്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരി ഫൗളറുടെ ആശയത്തിന് പിന്തുണയുമായി നോർവീജിയൻ സർക്കാരും ഗ്ലോബൽ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ട്രസ്റ്റും ഒന്നിച്ചതോടെയാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായത്. നിർമ്മാണത്തിന് ആവശ്യമായ ഏകദേശം $9 ദശലക്ഷം പൂർണ്ണമായും നോർവേ സർക്കാർ തന്നെ വഹിച്ചു. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഏറ്റവും സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. അന്താരാഷ്ട്ര നിയമപ്രകാരം സൈനിക പ്രവർത്തനങ്ങൾ നിരോധിച്ച മേഖലയായതിനാലും കഠിനമായ തണുപ്പും ഒറ്റപ്പെട്ട ഭൂപ്രകൃതിയും ഉള്ളതിനാലും സ്വാൽബാർഡ് എന്ന ദ്വീപ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2008-ൽ പ്രവർത്തനം ആരംഭിച്ച ഈ വോൾട്ടിന്റെ പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണവും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള FAO, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രശസ്തമായ സംഘടനകൾ ഇതിന്റെ തുടക്കകാലത്ത് സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണ നൽകി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ രാജ്യത്തിന്റെയോ മാത്രം സംരംഭമായിട്ടല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പൊതു സ്വത്തായിട്ടാണ് ഡൂംസ്ഡേ വോൾട്ട് ഇന്ന് നിലനിൽക്കുന്നത്. കാരി ഫൗളറുടെ ദൃഢനിശ്ചയവും നോർവേയുടെ നയതന്ത്രപരമായ നീക്കങ്ങളും ചേർന്ന് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അതിജീവന സമ്മാനമാണിത്. സ്വാൽബാർഡ് ഗ്ലോബൽ സീഡ് വോൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ നോ ഫെയിൽ സുരക്ഷാ സംവിധാനമാണ്. വോൾട്ടിലെ മെക്കാനിക്കൽ കൂളിംഗ് സിസ്റ്റം എപ്പോഴെങ്കിലും പരാജയപ്പെട്ടാൽ പോലും ചുറ്റുമുള്ള കഠിനമായ തണുപ്പും പാറക്കെട്ടുകളും കാരണം വിത്തുകൾ നശിക്കാതെ ദശാബ്ദങ്ങളോളം സുരക്ഷിതമായിരിക്കും. ഇതിനെ ഒരു നാച്ചുറൽ ഫ്രീസർ എന്ന് വിളിക്കാം. ഈ വോൾട്ടിന്റെ കവാടം തന്നെ ഒരു കലാസൃഷ്ടിയാണ്.
പെർപെച്വൽ റിവർബറേഷൻ എന്ന ഇൻസ്റ്റലേഷൻ ആർട്ടിക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും രാത്രിയിൽ തിളങ്ങുകയും ചെയ്യുന്നു. ഇത് ആർട്ടിക് മഞ്ഞുപാളികൾക്കിടയിൽ ഈ വിത്തുപുരയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. മറ്റൊരു കൗതുകകരമായ കാര്യം ഇവിടുത്തെ ഭരണപരമായ പ്രത്യേകതയാണ്. വോൾട്ടിന്റെ നടത്തിപ്പ് നോർവേ ആണെങ്കിലും അതിനുള്ളിലെ വിത്തുകളുടെ പൂർണ്ണ അധികാരം അത് നിക്ഷേപിച്ച രാജ്യങ്ങൾക്കോ ബാങ്കുകൾക്കോ മാത്രമായിരിക്കും. ഒരു ബാങ്ക് ലോക്കർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് നിക്ഷേപിച്ചവർക്ക് മാത്രമേ അത് തുറന്ന് പരിശോധിക്കാനോ തിരികെ എടുക്കാനോ അനുവാദമുള്ളൂ. കൂടാതെ ലോകത്തിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിത്തുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഉത്തര കൊറിയയെ പോലെ രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾ പോലും തങ്ങളുടെ കൃഷി സമ്പത്ത് സംരക്ഷിക്കാൻ ഈ വോൾട്ടിനെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഈ വോൾട്ടിലേക്ക് വിത്തുകൾ അയക്കുന്നതിനായി കഠിനമായ സുരക്ഷാ പരിശോധനകൾ കടന്നു പോകണം. ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്നത് കർശനമായ നിയമമാണ്. ഓരോ വിത്തു പാക്കറ്റും എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് മലയ്ക്കുള്ളിലെ തണുത്ത അറകളിലേക്ക് മാറ്റുന്നത്. വർഷത്തിൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ പുതിയ വിത്തുകൾ സ്വീകരിക്കുന്നതിനായി വോൾട്ടിന്റെ വാതിലുകൾ തുറക്കാറുള്ളൂ. ഇന്റർനെറ്റ് വഴിയോ റിമോട്ട് സംവിധാനങ്ങൾ വഴിയോ ഇതിന്റെ താപനിലയും സുരക്ഷയും ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും നിരീക്ഷിക്കാൻ സാധിക്കും. മനുഷ്യ സാന്നിധ്യം ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സമുച്ചയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡൂംസ്ഡേ വോൾട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് പണി കഴിപ്പിച്ചിരിക്കുന്നത് സജീവമായ ഒരു കൽക്കരി ഖനിയുടെ അടുത്താണ് എന്നതാണ്. ഖനനത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ തന്നെയാണ് ഈ മല തുരന്ന് വോൾട്ട് നിർമ്മിക്കാനും ഉപയോഗിച്ചത്. കട്ടിയുള്ള മണൽക്കല്ലിനും പാറയ്ക്കുമിടയിൽ ഏകദേശം 100-ലധികം മീറ്റർ ആഴത്തിലാണ് വിത്തുകൾ സൂക്ഷിക്കാനുള്ള അറകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ 100 കണക്കിന് അടി ഉയരത്തിൽ മഞ്ഞുപാളികൾ ഉള്ളതിനാൽ പുറത്തു നിന്നുള്ള യാതൊരു പ്രഭാവവും ഉള്ളിലെ താപനിലയെ പെട്ടെന്ന് ബാധിക്കില്ല. നിർമ്മാണ വേളയിൽ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി വോൾട്ടിന്റെ കവാടത്തിൽ നിന്ന് അറകളിലേക്ക് നീങ്ങുന്ന ടണലിന്റെ സുരക്ഷയായിരുന്നു. 2017 അപ്രതീക്ഷിതമായി ആർട്ടിക് മേഖലയിൽ താപനില ഉയരുകയും മഞ്ഞുരുകി ടണലിലേക്ക് വെള്ളം കയറുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ വിത്തുകൾ സൂക്ഷിച്ച അറകളിലേക്ക് ഈ വെള്ളം എത്തിയിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം നോർവീജിയൻ സർക്കാർ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കി വോൾട്ട് കൂടുതൽ കരുത്തുറ്റതാക്കി. ഇതിന്റെ ഭാഗമായി ടണലിലെ ചുവരുകൾക്ക് പ്രത്യേക വാട്ടർ പ്രൂഫ് കവചം നൽകുകയും ടണലിനുള്ളിൽ ഉണ്ടാകാനിടയുള്ള വെള്ളം പുറത്തേക്ക് കളയാൻ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. മറ്റൊരു കൗതുകകരമായ വസ്തുത ഈ നിർമ്മിതിക്ക് വലിയ തോതിലുള്ള മെയിൻ്റനൻസ് ആവശ്യമില്ല എന്നതാണ്. ഇതിന്റെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും പരിഗണിച്ചത് ഭൂമിശാസ്ത്രപരമായ സ്ഥിരതയാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ മറ്റു വലിയ പ്രകൃതി ദുരന്തങ്ങളോ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. വിത്തുകൾ പാക്ക് ചെയ്തിരിക്കുന്ന 3 പാളികളിലുള്ള പ്രത്യേക ഫോയിൽ കവറുകൾ ഈർപ്പത്തെ പൂർണ്ണമായും തടയുന്നു. ഒരു പക്ഷേ വോൾട്ടിലെ വൈദ്യുതി സംവിധാനങ്ങൾ എന്നേക്കുമായി തകരാറിലായാൽ പോലും അവിടുത്തെ സ്വാഭാവികമായ തണുപ്പിൽ വിത്തുകൾക്ക് സംരക്ഷണം നൂറ്റാണ്ടുകളോളം ലഭിക്കും. ലോകാവസാനത്തെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു കോട്ടയായിട്ടാണ് ഇതിന്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായുള്ള ഏറ്റവും വലിയ കരുതലാണ് സ്വാൽബാർഡ് ഗ്ലോബൽ സീഡ് വോൾട്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയും കാലാവസ്ഥാ വ്യതിയാനം വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ഏതൊരു മഹാവിപത്തിനെയും അതിജീവിക്കാനുള്ള നമ്മുടെ പ്രതീക്ഷയുടെ വിത്തുപുരയാണിത്. ഭൂമിയുടെ ജൈവ വൈവിധ്യം വരും തലമുറകൾക്കായി മാറ്റമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന ഈ അതിജീവന പേടകം വെറും ഒരു വിത്തു ബാങ്കിനേക്കാൾ ഉപരി മനുഷ്യന്റെ അതിശക്തമായ ദീർഘവീക്ഷണത്തിന്റെയും ലോകരാഷ്ട്രങ്ങളുടെ ഒരുമയുടെയും പ്രതീകമായി ആർട്ടിക് മഞ്ഞുപാളികൾക്കിടയിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ഏതൊരന്ത്യത്തിലും ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത ബാക്കി വെക്കുന്നു എന്നതാണ് ഈ ലോകാവസാന അറ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്. വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.